പിതാവ്. ഖുലഫാ റാഷിദീങ്ങളിൽ നാലാമൻ. ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എവിടെ അലി? അപ്പോൾ സ്വഹാബികൾ പറഞ്ഞു, അദ്ദേഹം ചെങ്കണ്ണ് ബാധിച്ച് വിശ്രമത്തിലാണ്. ഉടനെ അദ്ദേഹത്തെ വിളിച്ചു. മുത്തുനബിയുടെ ശറഫാക്കപ്പെട്ട ഉമ്മുനീർ പുരട്ടി. അവിടുത്തെ ഉമ്മുനീർ കൊണ്ട് കണ്ണ് തടവിയപ്പോൾ അലി റളിയല്ലാഹുവിന്റെ അസുഖം സുഖപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലി റളിയല്ലാഹുവിന്റെ കൈകളിൽ പതാക നൽകി. ശക്തമായ പോരാട്ടത്തിന് ശേഷം മുസ്ലിങ്ങൾ ഹൈബർ കീഴടക്കി. അലി റളിയല്ലാഹുവിന്റെ യുദ്ധ നൈപുണ്യമായിരുന്നു അതിന് വഴി തെളിച്ചത്. 10 വയസ്സുള്ളപ്പോൾ അലി റളിയല്ലാഹു ഇസ്ലാം സ്വീകരിച്ചു. കുട്ടികളിൽ ആദ്യമായി ഇസ്ലാം സ്വീകരിച്ചത് അദ്ദേഹമായിരുന്നു. മദീനയിലേക്ക് ഹിജ്റ പോകുന്ന രാത്രിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വധിക്കാൻ ശത്രുക്കൾ കാത്തിരിക്കുമ്പോൾ അവിടുത്തെ വിരിപ്പിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കിടത്തിയത് അലി റളിയല്ലാഹുവിനായിരുന്നു. തബൂക്ക് ഒഴികെയുള്ള എല്ലാ യുദ്ധങ്ങളിലും അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട്. തബൂക്ക് യുദ്ധവേളയിൽ മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രതിനിധിയായി നിർത്തിയത് അദ്ദേഹത്തെയാണ്. ധീരയോദ്ധാവും പ്രഗൽഭ പ്രസംഗികനും ഉന്നത പണ്ഡിതനും സാഹിത്യകാരനുമായിരുന്നു. അലി റളിയല്ലാഹുവിനെ വധിക്കാൻ ഖവാരിജുകൾ ഗൂഢാലോചന നടത്തി. അവരിൽപ്പെട്ട അബ്ദുറഹ്മാൻ ബിൻ മുൽജിമിനെയാണ് വധിക്കാൻ ചുമതലപ്പെടുത്തിയത്. കൂഫയിലെത്തിയ അയാൾ റമളാൻ 17 അലി റളിയല്ലാഹുവിനെ സുബഹി നിസ്കാരത്തിന് ഇറങ്ങുമ്പോൾ നെറ്റിയിൽ വെട്ടി. 3-ാം ദിവസം അദ്ദേഹം വഫാത്തായി. ജനാസ കൂഫയിൽ മറവ് ചെയ്തു. വീഡിയോ കാണുന്നവരൊക്കെ അലി റളിയല്ലാഹുവിന്റെ പേരിൽ യാസീൻ ഓതി ദുആ ചെയ്യണേ. ആ ദുആയിൽ എന്നെയും കുടുംബത്തെയും മറക്കാതെ ഉൾപ്പെടുത്തണമേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ നാളെ കാണാം. അസ്സലാമു അലൈക്കും.